രാത്രിക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തിരുമേശ നമ്മുടെ നടുവിലുണ്ടല്ലോ. നമ്മെ തന്നെ ശോധനയുവാൻ, ശുദ്ധീകരിപ്പാൻ, ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ഒരവസരം കൂടെ, ഒരു മാസാവസാനത്തെ ആഴ്ച കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ, പരാജയങ്ങളെ ഒക്കെ ദൈവങ്ങളിലേക്ക് നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ രക്തത്താൽ ഒരിക്കൽ കൂടെ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവിനാലും വചനത്താലും ശുദ്ധീകരിക്കപ്പെട്ട് വിടുതലോടെ മടങ്ങുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കപ്പെടാം. നല്ല രാത്രിക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ നൽകിയത് എല്ലാവർക്കുമായ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകളിലേക്ക് പ്രവേശിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് തിരുമേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായി ദൈവങ്ങളിൽ ശരണപ്പെടുന്നു. 110-ാമത്തെ സങ്കീർത്തനമാണ് വായിച്ചത്. നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. മൽക്കീസദേക്കിനെ കുറിച്ചും കർത്താവിനെ കുറിച്ചും ഒക്കെ നാം മുമ്പ് എപ്പോഴും ചിന്തിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു വിശുദ്ധ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം തങ്ങൾക്ക് തൊടുവാൻ കഴിയുന്ന രീതിയിൽ, തങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയുന്ന രീതിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് തന്നെ യാഗമാക്കി പിതാവിന്റെ ഇഷ്ടപ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത് 3-ാം നാളിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ പിതാവിന്റെ വലത് ഭാഗത്ത് ദൈവസഭയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന് നാം ചിന്തിച്ചായിരുന്നു. കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നമ്മൾ യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ചിന്തകളാണല്ലോ കൂടുതലായും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവിന്റെ തിരുമൊഴികളെ കുറിച്ചാണ് ഈ മാസങ്ങളിലൊക്കെ, ആഴ്ചകൾ എന്ന് പറയാൻ പറ്റിയല്ലോ, മാസങ്ങളിലൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവിന്റെ മരണസമയത്തുണ്ടായിരുന്ന 7 തിരുമൊഴികൾ അല്ലേ? 7 തിരുമൊഴികൾ എത്ര നമ്മൾ പഠിച്ചു? പ്രൈസ് ദി ലോർഡ്. 1 പഠിച്ചു, 2 മാസം കഴിഞ്ഞു. 2 തിരുമൊഴികളെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. ആ തിരുമൊഴികൾക്കകത്ത് വിശദമായി ചിന്തിക്കേണ്ട ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ തൊടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 3-ാമത്തെ തിരുമൊഴിയിലേക്ക് നാം കടന്നു വരാൻ പോവുകയാണ്. ഇതൊരു ഉണർവിൻ്റെ ആലോചന അല്ല ഈ തിരുമൊഴിയിലുള്ളത്. നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്ന, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ ഇട നൽകുന്ന മറ്റൊരു ദൂതാണ് പരിശുദ്ധാത്മാവ്. ഒരു തിരുമൊഴിയാണ് കർത്താവ് സംസാരിച്ചിരിക്കുന്നത്. യേശു കർത്താവിന്റെ 3-ാമത്തെ തിരുമൊഴി, 7 തിരുമൊഴികളിൽ 3-ാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 19. യേശുവിന്റെ ക്രൂശിനരികിൽ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ആ സമയത്തുള്ള എല്ലാവരുടെ പേരും മറിയെന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. നോക്കണം, മഗ്ദലക്കാരത്തി മറിയ, ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയ, യേശു കർത്താവിന്റെ അമ്മയുടെ പേരും മറിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും എല്ലാം കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ആ ക്രൂശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു കാണാൻ കഴിയും. നോക്കണേ, എത്ര വേദനാജനകമായ ഒരു അനുഭവമാണ് അല്ലേ? വളർത്തിക്കൊണ്ട് വന്ന 33.5 വർഷം ഒരു പൈതലിനെ ചെറുപ്പം തൊട്ട് വളർത്തി കർത്താവിനെ വളർത്തിക്കൊണ്ടുവന്ന അമ്മയുടെ മുമ്പിൽ ക്രൂശീകരണ സമയത്ത് തൻ്റെ മകൻ ക്രൂശിന്മേൽ പിടയുന്നത് കാണുന്ന ഒരമ്മയുടെ വേദന ആലോചിച്ച് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴത്തെ വാക്കിൽ യേശു തന്നെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടു. സ്നേഹിച്ച ശിഷ്യനാരാ? കുഞ്ഞുങ്ങൾ പറഞ്ഞായിരുന്നു, യോഹന്നാൻ അല്ലേ? കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ചത് യോഹന്നാനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്റെ മാറോട് ചേർന്ന് നിൽക്കുവാൻ യോഹന്നാന് കർത്താവ് അനുവാദം കൊടുത്തിരുന്നു. ആ സ്നേഹിച്ച ശിഷ്യനെ നിൽക്കുന്നത് കണ്ടിട്ട് കർത്താവ് പറയുന്ന ഭാഗമാണ് താഴെ നിൽക്കുന്ന സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. യേശു കർത്താവിന്റെ തിരുമൊഴികളിൽ ആദ്യത്തേത് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് സംസാരിക്കുന്ന മൊഴിയായിരുന്നു. എന്താണത്? മറന്നുപോയി. ഇവർ ചെയ്യുന്നതെന്ന് അറിയായ ഇവരോട് ക്ഷമിക്കണം.
കിടന്നു. രണ്ടാമത്തെ വഴി വലതുഭാഗത്തേക്ക് നോക്കിയായിരുന്നു അല്ലേ? വലതുഭാഗമാണോ ഇടതുഭാഗമാണോ? കാണാൻ ഏത് ഭാഗത്താ തിരുവനന്തപുരം എഴുതിയിട്ടുള്ളതാണ് തോന്നുന്നു അല്ലേ? സൈഡിലേക്ക് നോക്കി എന്ന് പറയാം. സൈഡിലേക്ക് നോക്കി രണ്ടാമത്തെ വഴി അല്ലേ? എന്താണ്? ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിരിക്കും. മൂന്നാമത്തെ കർത്താവിന്റെ വഴി താഴേക്ക് നോക്കുകയാണ്. കുരിശിൽ നിന്ന് താഴേക്ക് നോക്കി ഈ മറിയയോടും സ്നേഹിച്ച ശിഷ്യനോട് സംസാരിക്കുന്ന ഭാഗമാണ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇത് നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ യോഹന്നാൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. യേശുകർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി. പത്രോസിനെ ആ ഏരിയയിലേക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആ പഞ്ചായത്തിലെ കാണാൻ പറ്റുന്നില്ലല്ലേ പത്രോസിനെ അല്ലേ? കർത്താവിന് വേണ്ടി ശതാധിപന്റെ ദാസന്റെ കാട് മുറിച്ചവനാണ് അല്ലേ? പക്ഷെ യേശു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിനെ അവിടെ കാണുന്നില്ല. ക്രൂശിക്കുന്ന സമയത്തും കാൽവരിയുടെ മലമുകളിലും പത്രോസിനെ നമുക്ക് കാണുന്നില്ല. എന്തിനും എടുത്തുചാട്ടക്കാരനായി നിന്നിരുന്ന പത്രോസിനെ അവിടെ കാണുന്നില്ല. ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി. ചുരുക്കം ചില ആളുകൾ മാത്രം കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ക്രൂശിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഒന്ന്, അമ്മയ്ക്ക് ഉപേക്ഷിച്ച് ഓടാൻ പറ്റത്തില്ലത് അല്ലേ? പറ്റുമോ? കുഞ്ഞുങ്ങൾ പെടഞ്ഞ് മരിക്കുന്നത് കാണുന്നത്, അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകത്തില്ല, ഉണ്ടാകാതിരിക്കട്ടെ. തൻ്റെ കുഞ്ഞ്, തൻ്റെ വളർത്തി താൻ കൊണ്ടുവന്നതായിട്ടുള്ള പൈതൽ ക്രൂശിൽ പിടയുന്നത് കാണുന്ന ഒരു അമ്മയുടെ വേദന അല്ലേ? അമ്മയ്ക്ക് ആര് ഉപേക്ഷിച്ചു പോയാലും ഉപേക്ഷിച്ചു പോകാൻ പറ്റത്തില്ല. 60 മൈലുകളുണ്ട് യെരൂശലേമിൽ നിന്ന് ഈ കാൽവരിയുടെ മലയിലേക്ക്. 60 മൈലുകളുണ്ട്. ഈ 60 മൈലുകൾ യാത്ര ചെയ്താണ് ഈ അമ്മയും ഈ ശിഷ്യനും, താൻ സ്നേഹിച്ച ശിഷ്യനും. യോഹന്നാനെ പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അല്ലേ, യേശുവിനെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് മറ്റു ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. യോഹന്നാൻ ന്യായാധിപ സംഘത്തിന്റെ ആ റൂമിലുണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ യോഹന്നാൻ മാത്രമാണ് കർത്താവിനെ പിന്തുടരുന്നതും അവസാന നിമിഷം വരെ കർത്താവിനോട് ഉണ്ടായിരുന്ന ശിഷ്യൻ യോഹന്നാനാണ് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും അദ്ദേഹം യേശു കർത്താവിനെ സ്നേഹിച്ചിരുന്നു. അമ്മ മറിയയും യോഹന്നാനുമായിരുന്നു കർത്താവിനോട് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു പദം കർത്താവ് പറയുന്നുണ്ട്. സ്ത്രീയെ എന്ന് വിശേഷിപ്പിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. സാധാരണ നമുക്ക് മലയാളത്തിൽ ഇത് വായിക്കുമ്പോൾ നമ്മൾ ചില പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ അമ്മയായ മറിയെ കനാവിലെ കല്യാണത്തിന് വെച്ച് കർത്താവ് സംബോധന ചെയ്യുന്നത് സ്ത്രീയെ അല്ലേ എന്നാണ്. അപ്പോൾ സ്ത്രീയെ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, പ്രത്യേകിച്ച് മലയാളികൾക്കൊന്ന് വലിയൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും അല്ലേ? വലിയൊരു തെറ്റായിട്ടുള്ള വിളിയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ പാലസ്തീനിൽ, യെരൂശലേമിൽ, പാലസ്തീനിലും ഒക്കെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ്. മേളം അല്ലെങ്കിൽ മഹതി എന്നുള്ള പദമാണ് സ്ത്രീ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. യേശു കർത്താവ് ആ രീതിയിലാണ് സംസാരിക്കുന്നത്. മഹതി, മേഡം എന്നുള്ള രീതിയിലാണ് കനാവിലെ കല്യാണ സമയത്ത് കർത്താവിന്റെ അമ്മയോട് കർത്താവ് സംസാരിക്കുന്നതും. ശമരിയ സ്ത്രീയുടെ മുമ്പിൽ അല്ലേ, വെള്ളം കുടിക്കാൻ പോകുന്ന ഭാഗം നമ്മൾ ചിന്തിച്ചാലല്ലേ, ശമരിയ സ്ത്രീയുടെ മുമ്പിലും അവളോട് സംസാരിക്കുന്നത് എന്താണ്? സ്ത്രീയെ. ഇപ്പൊ സ്ത്രീയെ എന്നുള്ള പദം പാലസ്തീനിൽ പൊതുവെ ബഹുമാന സൂചകമായുള്ളൊരു പദമാണ്. നമുക്കത് കാണാൻ കഴിയും. ഇത് മറ്റു രീതിയിൽ ചിന്തിക്കാം. യേശു കർത്താവ് സ്ത്രീയെന്ന് അമ്മയെന്ന് വിളിക്കാതെ, യേശു കർത്താവ് സ്ത്രീയെന്ന് വിളിച്ചത് കൊണ്ട് അമ്മയെന്ന് വിളിച്ചില്ല എന്നില്ല കേട്ടോ. വീട്ടിലൊക്കെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഭാഗത്ത് സ്ത്രീയെന്ന് വിളിക്കാൻ മറ്റൊരു കാരണം കൂടെ നമുക്ക് ചിന്തിക്കാം. കാരണം യേശുവിനെ ക്രൂശിച്ച പടയാളികളോടെ ഉണ്ട്, ശതാധിപന്മാരോടെ ഉണ്ട്. അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഹതഭാഗ്യനായ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ക്രൂശീകരിക്കപ്പെട്ട മനുഷ്യന്റെ അമ്മയാണോ എന്ന് ചിന്തിക്കാനും പരിഹസിക്കപ്പെടാനും സാധ്യത ഉള്ളതുകൊണ്ട് ബുദ്ധിപൂർവമായി കർത്താവ് ആ സമയത്ത് സ്ത്രീയെ എന്ന് വിളിച്ചതാകാം എന്നുള്ളത്. മൂന്നാമതൊരു ചിന്ത, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. 3:15 തോന്നുന്നു അല്ലേ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഹല്ലേലൂയ. എന്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയിൽ ജനിച്ചവനായ ഞാൻ, പരിശുദ്ധാത്മാവിൽ ജനിച്ചവനായ ഞാൻ, ഈ ക്രൂശീകരണത്തോടുകൂടെ സകലവും നിവർത്തിയാക്കിയിട്ട് ഹല്ലേലൂയ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഹല്ലേലൂയ പിശാചിന്റെ തലയെ തകർക്കുവാൻ പോകുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും.
പ്രവചനത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ആയിരിക്കാം ഈ പദം, അല്ലേ? പക്ഷെ അവിടെ കർത്താവിന്റെ ആദ്യത്തെ 2 മൊഴികൾ, ഒന്നാമത്തെ മൊഴി പിതാവിനോട് സംസാരിക്കുന്ന മൊഴിയും തന്റെ കൂടെ ക്രൂശീകരിക്കപ്പെട്ട കള്ളനോട് സംസാരിക്കുന്ന മൊഴിയും ആത്മീയ അർത്ഥങ്ങളിലുള്ള മൊഴിയാണ്, അല്ലേ? ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും, അല്ലേ? കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന മൊഴിയും ആത്മീയ അർത്ഥമുള്ളതാണ്. എന്നാൽ താഴേക്ക് നോക്കി അമ്മയോടും ഈ മകനോടും അല്ലെങ്കിൽ ശിഷ്യനോടും സംസാരിക്കുന്ന പദം ആത്മീയ അർത്ഥമുള്ളൊരു പദമല്ല. സംരക്ഷിക്കേണ്ടതിന്, അവരെ കരുതേണ്ടതിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ഒരു പദമാണ് മൂന്നാമത്തെ പദം. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കളെ സ്നേഹിക്കുക, അംഗീകരിക്കുക, അവരെ കരുതുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ പദത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിലാണ് ഉൽപാദിതമായത്. യോസഫ് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പുരുഷനാണെങ്കിലും യോസഫിന്റെ അക്ഷരാർത്ഥത്തിലുള്ള മകനല്ല യേശു കർത്താവ്. പരിശുദ്ധാത്മാവിലാണ് അവൻ ഉൽപാദിതമായത്. മറിയ, അവന്റെ അമ്മയായ മറിയ എന്ന പല ഭാഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും മറിയ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. സകല ജനം അവരെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ഈ ഭൂമിയിലേക്ക് ജഡം ധരിക്കുവാനായി, വചനം ജഡമായി തീരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു മറിയ. അപ്പോൾ ഈ ദൈവത്തിന്, യേശു കർത്താവിന് അല്ലെങ്കിൽ വചനമായിരിക്കുന്നവന് ഭൂമിയിലേക്ക് വെളിപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയിൽ ജനിക്കുക. ശ്രദ്ധിക്കുക, യേശു കർത്താവ് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഉണ്ടോ? മരിച്ചടക്കപ്പെട്ട് തീർന്നു പോകുന്നില്ല. അവനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവന് പിതാവിന്റെ വലതു ഭാഗത്തേക്ക് ഒരു യാത്രയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ യാത്രയ്ക്ക് മുമ്പായി ഭൂമിയിലുള്ള ഒരു മാനുഷിക ബന്ധം യേശുവിനുണ്ടായിരുന്നു. അതാരോടാ? അമ്മ മറിയോടാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ ശാസ്ത്രിമാരോടും പുരോഹിതന്മാരോടും ഒക്കെ തർക്കിക്കുന്ന, അല്ലെ അവരെ തർക്കിച്ച് ജയിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. അന്ന് അമ്മ മറിയയും യോസഫും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ യോസഫിനെ 12 വയസ്സുള്ള യേശു കർത്താവ് ദേവാലയത്തിലായിരുന്ന സമയത്തിന് ശേഷം യോസഫിനെ കുറിച്ച് എങ്ങും ദൈവത്തിൽ പരാമർശിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. കാനാനിലെ കല്യാണത്തിൽ യോസഫിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. യോസഫ് എന്ത് സംഭവിച്ചു എന്ന വചനം വെളിപ്പെടുത്തുന്നില്ല. നിശ്ചയമായി എന്റെ ചിന്തയിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിലൊന്നും യോസഫിനെ കുറിച്ച് പരാമർശിക്കാം. 12-ാം വയസ്സിന് ശേഷം അല്ലെങ്കിൽ 30 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ പിതാവില്ലാതെ മാതാവിനാൽ വളർത്തപ്പെട്ട ഒരുവനായിരുന്നു. 30 വയസ്സ് വരെ ആ ഒരു പദമാണ്. 30 വയസ്സിന് അപ്പനും അമ്മയ്ക്ക് കീഴടങ്ങിയ ഒരു പദമാണ്. ആ ഒരു പദമല്ലാതെ യോസഫിനെ കുറിച്ച് ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. പക്ഷെ തന്റെ മാതാവിനാൽ വളർത്തപ്പെട്ടവനായി 3.5 വയസ്സിൽ യോർദാനിലേക്ക് ഇറങ്ങും വരെ, ശുശ്രൂഷ ആരംഭിക്കും വരെ അവൻ തന്റെ നസറത്തിൽ തന്റെ മാതാപിതാക്കളോട് അവൻ ഒരുമിച്ച് താമസിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ മാനുഷികമായ ഒരു ബന്ധം യേശുവിന് ഭൂമിയിൽ ഉണ്ടായിരുന്നു, അല്ലേ? എന്നാൽ യേശു മരിക്കുകയാണ്. പിതാവിന്റെ പക്കൽ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചുകൊണ്ട് സകലവും നിവർത്തിയായെന്ന് പറഞ്ഞുകൊണ്ട് വചനം ജഡമായിട്ടിരുന്നവൻ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി പോവുകയാണ്. പാതാളത്തിലേക്ക് അതിന് മുമ്പ് പോകുന്നു. വിശുദ്ധന്മാരുമായി പിതാവിന്റെ പക്കലേക്ക് പോകുന്ന കർത്താവ് ഹല്ലേലൂയ വെറുതെ മടങ്ങിപ്പോകാതെ തന്റെ ഭൂമിയിലുള്ള മാനുഷിക ബന്ധം ആയിരിക്കുന്ന, അപ്പോൾ തന്റെ മുമ്പിലായിരിക്കുന്ന മാതാവായ അമ്മയെ സേഫ് ആയിട്ടുള്ള ഒരു കരങ്ങളിൽ കൊടുത്തിട്ട് പോകുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യോഹന്നാൻ യേശു കർത്താവിന്റെ ഓൺ ബ്രദർ അല്ല. ആണോ? അല്ല. യോഹന്നാനെ കുഞ്ഞിനോട് ചോദിക്കാം, പെട്ടെന്ന് ആൻസർ പറയാൻ നോക്കാം. യേശു കർത്താവിന് എത്ര ബ്രദേഴ്സ് ഉണ്ടായിരുന്നു? പറയാമോ? അറിയാവുന്നവർ പറഞ്ഞു. 4 പേര് ബ്രദേഴ്സ് യേശു കർത്താവിന് ഉണ്ടായിരുന്നു. അതായത് നിത്യകന്യ മറിയ എന്നാണ് കാത്തലിക്സ് വിശേഷിപ്പിക്കുന്നത് മറിയയെ കുറിച്ച്. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് മറിയ വീണ്ടും മക്കൾ ഉണ്ടായിരുന്നു മറിയയ്ക്ക്. യേശു കർത്താവ് ജനിക്കുമ്പോൾ തന്നെ നിത്യകന്യക എന്നുള്ള പേര് പോയി, അല്ലേ? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ കന്യക ഗർഭിണിയാകുമ്പോൾ തന്നെ മകനെ പ്രസവിച്ചു കഴിയുമ്പോൾ തന്നെ കന്യക എന്നുള്ള പേര് പോയി. വീണ്ടും അതുകൊണ്ടാണ് നിത്യകന്യക എന്ന്
മറിയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. പിന്നീട് യേശുവിന് ശേഷം അവർക്ക് മക്കളുണ്ടായി, അല്ലേ? 4 മക്കളെ കുറിച്ച് ദൈവത്തിൽ പറയുന്നു. ഒന്ന് ജെയിംസ്, യാക്കോബ്, ജോസെ. യോസഫ് എന്നുള്ള പദത്തിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, ജോസെ, ശിമോൻ, സൈമൺ, ജൂഡ്, യൂദ. ഈ 4 സഹോദരന്മാർ കൂടാതെ 2 സിസ്റ്റേഴ്സ്, അവരുടെ പേര് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത്, 2 സിസ്റ്റേഴ്സ് കൂടെ അവരുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. എന്നാൽ ഈ ക്രൂശിന്റെ മുമ്പിൽ ആരുണ്ടായിരുന്നു? 4 സഹോദരന്മാരെ കാണുന്നുണ്ടോ? ഇല്ല. സഹോദരിമാരെ കാണുന്നുണ്ടോ? ഇല്ല. താൻ സ്നേഹിച്ച ശിഷ്യനും അമ്മയും മാത്രമേ ഉള്ളൂ. ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ അറിയാം എത്ര പേര് നമ്മളിവിടെ ഉണ്ടെന്ന്. പൈസല്ലോ ശിഷ്യന്മാർ ഒറ്റ ഒരെണ്ണമില്ല, അല്ലെ? 12 പേരുണ്ട്, ഒറ്റ ഒരാളില്ല. മക്കള് തന്റെ കൂടെ, തന്റെ തലമുറയിൽ അല്ലെങ്കിൽ തന്റെ മാതാവിൽ ജനിക്കപ്പെട്ട 4 സഹോദരന്മാരുണ്ട്. ഈ സഹോദരന്മാർ അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നുള്ള വാക്യം വചനത്തിലുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അവരെ ഒന്നും ഈ ക്രൂശിന്റെ ചുവട്ടിൽ കാണാൻ കഴിയുന്നില്ല. അതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില കാര്യങ്ങളുണ്ട്. 60 കിലോമീറ്റർ യാത്ര ചെയ്ത് യെരുശലേമിൽ നിന്ന് കാൽവറിയുടെ മലമുകളിലേക്ക് 60 കിലോമീറ്റർ യാത്ര ചെയ്ത് വരാൻ ഒരുപക്ഷെ അവർ മടിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടിരുന്നു. ശിഷ്യന്മാരെ പോലെ അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഇത്രയും യാത്ര ചെയ്താണ് ഈ സ്നേഹിച്ച ശിഷ്യനും അമ്മയായ മറിയയും കർത്താവിന്റെ ക്രൂശീകരണ സമയത്തോടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ സഹോദരന്മാരെ ഒന്നും തന്റെ മാനുഷിക ബന്ധം ഇവിടെ ഉപേക്ഷിച്ചിട്ട് മറിയയുമായിട്ടുള്ള അമ്മയുമായിട്ടുള്ള ഭൂമിയിലെ ബന്ധം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. തന്റെ അമ്മയെ സേഫ് ആക്കണം കർത്താവിന്. എന്നാൽ ഈ തന്റെ അടുത്ത തലമുറയിൽ ജനിക്കപ്പെട്ട സഹോദരന്മാരെ ഒന്നും അവിടെ കാണുന്നില്ല. അവരെ ഏൽപ്പിക്കാനും കർത്താവിന് പറ്റത്തില്ല. അതിനുള്ള കാരണമുണ്ട്. താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാന്റെ കരങ്ങളിലേക്ക് തന്നെ അമ്മയെ കൊടുക്കുന്ന ഭാഗം നമുക്ക് കാണാൻ. അപ്പോൾ ആ ശിഷ്യൻ എന്താ ചെയ്തേ? ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. ഏകദേശം 12 വർഷത്തോളം മറിയ യോഹന്നാനോടൊപ്പം താമസിച്ചിരുന്നു എന്ന് വേദപണ്ഡിതർ പറയുന്നു. മർക്കോസിന്റെ മാളികയിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മ അഭിഷേകത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് നടുവിൽ മറിയ അത് സ്വീകരിപ്പാൻ 120 ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുന്നു. മറിയ യേശു കർത്താവിന്റെ ഭൂമിയിലെ മാനുഷിക ബന്ധമുള്ള അമ്മയാണെങ്കിലും മറിയയ്ക്കും സ്വർഗത്തിലെത്തേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഞാനാണ് യേശു കർത്താവിന്റെ ഈ ജഡത്തിൽ വെളിപ്പെട്ട എന്നെ ഉപയോഗിച്ചതാണ് യേശു കർത്താവ് എന്ന് പറഞ്ഞ് മറിയയ്ക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല. മറിയയ്ക്കും യേശുവിനെ സ്വന്തം രക്ഷിതാവായി രക്ഷകനായി സ്വീകരിച്ച്, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് പിറന്നവനെ, ദൈവമായിരിക്കുന്നവനെ, തൃത്വത്തിൽ ഒരുവനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതേ മറിയയ്ക്കും സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. സ്ത്രീകൾ ജനിച്ചവർ സകല സ്ത്രീകളെക്കാൾ ഭാഗ്യവതിയാണ് അവളെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ട ആവശ്യകത മറിയയ്ക്കും ഉള്ളത് കൊണ്ടാണ് 120 ശിഷ്യന്മാർ മാളികമുറിയിൽ കൂടിയപ്പോൾ അവരുടെ മധ്യേ മറിയയും ഉണ്ടായിരുന്നു എന്ന് എഴുതപ്പെട്ടിരുന്നത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ മറിയം ഉണ്ടായിരുന്നു. 12 വർഷത്തോളം യോഹന്നാന്റെ കൂടെ താമസിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം അല്ലെങ്കിൽ എങ്ങനെ കരുതണം എന്നുള്ളൊരു ദൂത് ഇതിനകത്തുണ്ട്, അല്ലേ? തിമോത്തിയോസ് ലേഖനത്തിലേക്ക് നമുക്ക് വരാം. 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുമ്പോൾ 5:8 ഒരു വാക്യം പറയുന്നുണ്ട്. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ ആധമനായിരിക്കുന്നു. ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന മൂത്ത വിശ്വാസി എന്ന് വേണം പറയാം. മൂത്ത വിശ്വാസി ആയാലും നിനക്കുള്ളവരെ, നിന്റെ കുടുംബക്കാരെ അവർക്ക് വേണ്ടി നീ കരുതാത്തവരാണെങ്കിൽ നീ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനാണ്. ബന്ധുക്കളോടോ ഇന്ന് രാത്രി ഉണർവ് വെളിപ്പെടത്തില്ല. ബന്ധുക്കളോടോ കുടുംബക്കാരോടോ സ്വന്തം ബന്ധുമിത്രാദികളോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തിരുമേശ
മുമ്പിൽ ഇപ്പോൾ തന്നെ ക്ഷമിച്ചോണം. ഹല്ലേലൂയ. വീട്ടിൽ ചെന്ന് വിളിച്ചോണം. ജയ സംസാരിക്കത്തിൽ പെട്ടുപോയി, തെറ്റുപറ്റിപ്പോയി, വിളിച്ചോണം. തന്റെ സ്വന്തം കുടുംബക്കാർക്കും ഹല്ലേലൂയ തനിക്കുള്ളവർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസിയേക്കാൾ അധമനാണ്. കരുതുക എന്നുള്ളതിന് മറ്റൊരർത്ഥങ്ങളുണ്ട്. അവരെ സഹായിക്കുക, സാമ്പത്തികമായും ഭൗതികമായ നിലകളിൽ അല്ലെങ്കിൽ കൂട്ടായ്മ നൽകി അവരെ സഹായിക്കുക എന്നുള്ള മീനിങ്ങും അതിനകത്തുണ്ട്. പ്രഭാത പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ സിനായിയുടെ മലമുകളിൽ വെളിപ്പെട്ട ആദ്യത്തെ ദൂത് ഏതാണ്? അയച്ചാട്ടെ, പുറപ്പാട് പുസ്തകം 20:12. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സേറൊക്കെ എപ്പോഴും പറയും എനിക്ക് 50 വയസ്സുവരെയൊക്കെ ജീവിക്കണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ല, ജീവിക്കാൻ പറ്റും. എന്താ? നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളുടെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ ഉള്ളതെന്ന് കേൾക്കുന്നു. മറ്റു സമുദായക്കാർ, മറ്റ് ജാതിക്കാരെക്കാൾ കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള ക്രിസ്ത്യൻസിനാണ്. എന്താ കാര്യം? നമ്മളെ നോക്കി വളർത്തി സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാതെ ബഹുമാനിക്കാതെ, ഹല്ലേലൂയ, പണം ഉണ്ടാകുമ്പോൾ, നന്മ ഉണ്ടാകുമ്പോൾ, സമൃദ്ധി വരുമ്പോൾ അവരെ മറന്നു കളയുന്ന അനുഭവം ഉണ്ടാകുന്നു. പെന്തക്കോസ്തുകാരുടെ ഇടയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? മിക്ക കോഴഞ്ചേരി തൊട്ട് കോട്ടയം വരെ പോയി കഴിഞ്ഞാൽ എല്ലാ ഭവനങ്ങളിലും അപ്പനും അമ്മയും തനിച്ചേ ഉള്ളൂ, അല്ലേ? പിള്ളേരൊക്കെ വിദേശത്താണ്. അവരെ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. അവർ ഒറ്റയ്ക്കാണെങ്കിൽ അവർക്കൊരു കൂട്ട് കൊടുക്കുക, വർഷത്തിൽ ഒരിക്കൽ അവരെ പോയി കാണുക, അവർക്ക് നല്ല സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുക, അവരെ ഫോൺ വിളിക്കുക, സ്നേഹിക്കുക, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. എന്തിന്? നിനക്ക് ദീർഘായുസ്സുണ്ടാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 23:22 ഒരു പദമുണ്ട്. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കുകൾക്ക് നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രായമാകുമ്പോൾ, അല്ലേ, ഓർമ്മക്കുറവുണ്ടാകും, ദേഷ്യം ഉണ്ടാകും. ഞങ്ങളുടെ ജിബിയുടെ മമ്മിയൊക്കെ ഭയങ്കര ദേഷ്യമാണ്, അല്ലേ? എപ്പോഴും ദേഷ്യമാണ്, പിള്ളേരോടൊക്കെ ദേഷ്യമാണ്. കാരണം പ്രായം ഉണ്ടാകുമ്പോൾ ദേഷ്യം ഉണ്ടാകും, അല്ലേ? ഓർമ്മക്കുറവുണ്ടാകും, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവളെ നിന്ദിക്കാൻ പാടില്ല. അപ്പന്റെ വാക്ക് കേൾക്കുക, അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. എഫേസ്യരുടെ ലേഖനത്തിൽ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 6-ാം അധ്യായത്തിൽ 1-ാം വാക്യം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. പിള്ളേർക്കുള്ള ദൂതൂടാ ഇന്ന് രാത്രി. അപ്പനും അമ്മയും എന്തെങ്കിലും പറയണം, തിരിച്ച് സംസാരിക്കരുത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ അനുസരിപ്പിൻ. താഴോട്ട് നമുക്കുള്ള ദൂത് വരുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ അപ്പനമ്മമാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് പുറപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് മോശയോട് സംസാരിച്ച് ഹല്ലേലൂയ കൽപ്പനകളൊന്ന് പൗലോസ് കോട്ട് ചെയ്ത് പറയുകയാണ്. നിനക്ക് നന്മ ഉണ്ടാകുവാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഒരു ബഹുമാനക്കുറവ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുമ്പോൾ ഒരു കുത്തു തോന്നുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നാളെ മറ്റന്നാൾ വിളിച്ചവരോട് സംസാരിക്കും. പ്രൈസ് എന്തോ ഗുണമെന്ന് ഞാൻ പറയാം. നിനക്ക് നന്മ ഉണ്ടാകുവാൻ. പ്രൈസ് ദി ലോർഡ്. ദീർഘായുസ്സ് മാത്രമല്ല, സാലറി കൂടാനും നന്മ ഉണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കാനും ഒക്കെ ഇത് അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ ദൂത, നിനക്ക് നന്മ ഉണ്ടാകുവാൻ. പ്രൈസ് ദി ലോർഡ്. ദീർഘായുസ്സോടിരിപ്പാൻ, നിന്റെ അപ്പനെയും ബഹുമാനിക്കുന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന. ഇസ്രായേൽ എന്ന ജനതയ്ക്ക്, ഇസ്രായേൽ എന്ന വംശത്തിന് ദൈവം മോശയിൽ കൂടെ സിനായിയുടെ മലമുകളിൽ വെളിപ്പെട്ട് കൊടുത്ത ആദ്യത്തെ കൽപ്പനയാണ് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്കുള്ളത് താഴോട്ട്, പിതാക്കന്മാരെ പിള്ളേർക്ക് സന്തോഷം.
പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാൻ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. പിള്ളേരെ അല്ലെ, പിള്ളേരെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. നോക്കണം എത്ര കരുതലോടെയാണ് മാനുഷിക ബന്ധം. ഇനിയും യേശു കർത്താവിന് മറിയെ കാണണമെങ്കിൽ അല്ലെ സ്വർഗത്തിൽ വരണം. അല്ലെ, സ്വർഗത്തിൽ എത്തിയാൽ മാത്രമേ മറിയെ യേശു കർത്താവിനെ കാണാൻ അക്ഷരികമായി ഇറങ്ങി വരാം. 2-3 പേർ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഇറങ്ങി വന്ന് മറിയെ കാണാൻ പറ്റും. പക്ഷേ ഈ ബന്ധം ഇവിടെ അവസാനിക്കുകയാണ്. മാനുഷിക ബന്ധം ഇവിടെ അവസാനിക്കുകയാണ്. വിശ്വസ്തനായ തന്റെ ശിഷ്യന്റെ കരങ്ങളിലേക്ക് തന്റെ അമ്മയെ ഭദ്രമായി ഏൽപ്പിച്ചതിന് ശേഷം ഹല്ലേലൂയ പിതാവിന്റെ വലതുഭാഗത്തേക്ക് പോകുവാൻ തയ്യാറാകുന്ന യേശു കർത്താവ് നമുക്കൊരു മാതൃകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിപ്പാൻ, അംഗീകരിപ്പാൻ, അവരുടെ വിഷമതകളിൽ അവരെ സ്നേഹിപ്പാൻ, കരുതുവാൻ ഉള്ളൊരു ദൂതാണ് കർത്താവിന്റെ 3ാമത്തെ തിരുമൊഴിയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യർക്ക് 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. ഇതൊരു തെരഞ്ഞെടുപ്പായിരുന്നു അല്ലെ. സ്ത്രീയിൽ നിന്ന് ജനിക്കണം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ള ആദ്യ പ്രവചന ശബ്ദത്തിന്റെ നിവർത്തീകരണമാണ് മറിയയെ സംബന്ധിച്ചത്. കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ ഈ ആലോചന, പ്രൈസ് ദി ലോർഡ്, ഈ വെളിപ്പാട്, ഈ പ്രവചന ശബ്ദം വെളിപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിനോടും ഹവ്വയോടുമുള്ള ബന്ധത്തിലാണെങ്കിൽ ഇത് നിവർത്തീകരിക്കപ്പെടുന്നത് കാൽവരിയുടെ മലമുകളിലാണ്, കാൽവരി ക്രൂശിലാണ്. കൊലോസ്യർക്ക് 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാമോ? ക്രൂശിൽ സംഭവിച്ചതൊരു ചെറിയ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ തലയെ തകർക്കുകയായിരുന്നു കർത്താവ് ചെയ്തത്. മാനവജാതിയുടെ പാപ പരിഹാരാർത്ഥം തന്നെ തന്നെ യാഗമായി തന്റെ രക്തത്തെ ഒഴുക്കുക മാത്രമല്ല, ആ യാഗത്തിൽ കൂടെ വാഴ്ചകളും അധികാരങ്ങളും ആയുധവർഗം വെക്കുകയാണ് ചെയ്തത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. അവന്റെ നാമം സകല നാമത്തിനും മുകളിലായി, സകല വാഴ്ചയ്ക്കും അധികാരത്തിനും മുകളിൽ അവന്റെ നാമത്തെ പിതാവ് ആക്കുന്ന ഭാഗമാണ് ക്രൂശിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കൊലോസ്യർ പറയുന്നത്, വാഴ്ചകൾ, അധികാരങ്ങൾ, ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. നിന്നോട് എതിർക്കുന്ന ശത്രു, നിന്നോട് എതിർക്കുന്ന പിശാച്, ഹല്ലേലൂയ, സ്ത്രീയിൽ നിന്ന് ജനിക്കപ്പെട്ടവനായി ഭൂമിയിൽ വളർന്ന് കാൽവരിയുടെ മലമുകളിൽ ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ട്, അടിക്കപ്പെട്ട്, തകർക്കപ്പെട്ടത്. ഹല്ലേലൂയ. വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിക്കാനാണ്. പ്രൈസ് ഗോഡ്. ഈ ഭൂമിയിലൊരു സന്തോഷമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നിന്നോട് എതിർക്കുന്ന വിഷയങ്ങളുടെ പല്ല് തകർത്ത് കളഞ്ഞ്, തല തകർത്ത് കളഞ്ഞ് ഹല്ലേലൂയ ക്രൂശിൽ അവയുടെ മേൽ ജയം നേടിയ ഒരു കർത്താവുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എന്തുകൊണ്ടാണ് യേശു കർത്താവ് തന്റെ ശിഷ്യനെ, താൻ സ്നേഹിച്ച ശിഷ്യനെ യോഹന്നാനെ അമ്മയെ ഏൽപ്പിക്കുന്നത്? എന്തുകൊണ്ട് തന്റെ സഹോദരന്മാരെ ഏൽപ്പിച്ചില്ല എന്നുള്ളതിന് മറ്റൊരു വേദഭാഗം നമുക്ക് ചിന്തിക്കാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യങ്ങളിൽ യേശു കർത്താവിന്റെ ഓൺ ബ്രദേഴ്സിനെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ 7:3 അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവന്റെ സഹോദരന്മാരാരും അവനിൽ വിശ്വസിച്ചില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തന്റെ അമ്മയിൽ ജനിക്കപ്പെട്ട സഹോദരന്മാരാണ് അല്ലേ, എന്നാൽ അവരാരും അവനിൽ വിശ്വസിച്ചില്ല. താഴത്തുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ള യഹൂദന്മാരോട് ചേർന്ന് സംസാരിക്കുന്നുണ്ട്. ഇവരിൽ ഭൂതമുണ്ട്, ബുദ്ധി
ബുദ്ധിഭ്രമമുണ്ട്. എന്തൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ അമ്മ ശലോമയും യേശു കർത്താവിന്റെ അമ്മ മറിയയും ബന്ധുക്കളായിരുന്നു, കസിൻസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ ലേഖനത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ അവരെ ആരെയും ഏൽപ്പിക്കാതെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കരങ്ങളിലേക്ക് എന്റെ ഈ ശിഷ്യനെ ഏൽപ്പിച്ചാൽ എന്റെ അമ്മയെ സംരക്ഷിക്കുമെന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു കർത്താവ് തന്റെ അമ്മയെ ശിഷ്യന് കൈക്കൊള്ളുവാനായി, തന്റെ വീട്ടിൽ കൈക്കൊള്ളുവാനായി നൽകുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ സഹോദരന്മാരെ ആരെ ഏൽപ്പിക്കുന്നില്ല. യേശുവിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ്, ഭൂതമുണ്ടെന്ന് പറഞ്ഞ് അവനെ കൈക്കൊള്ളാത്ത സഹോദരന്മാരുടെ കരങ്ങളിൽ തന്റെ അമ്മയെ ഏൽപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് വിശേഷം 2-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യെരൂശലേം ദേവാലയത്തിൽ ശിമയോനെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. ദേവാലയത്തിൽ വസിച്ചുകൊണ്ട് അവൻ മരണം കാണത്തില്ല എന്നുള്ള ദൂത് അവൻ കേട്ടിരുന്നു. യേശു കർത്താവിനെ കാണും വരെ, ഹല്ലേലൂയ, കൈകളിൽ എടുത്ത് അനുഗ്രഹിക്കും വരെ അവൻ മരണം കാണുകയില്ല എന്നൊരു ദൂത് അവൻ പ്രാപിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ശിമയോൻ യേശുവിനെ കരങ്ങളിൽ എടുത്ത് അനുഗ്രഹിക്കുന്നതിന് ശേഷം പറയുന്ന ഒരു ഭാഗമുണ്ട്. 34-ാമത്തെ വാക്യം. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ചു. അവന്റെ അമ്മയായ മറിയയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെട്ടതിന് ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വച്ചിരിക്കുന്നു. എന്നാൽ മറിയയോട് ശിമയോൻ പറയുന്നൊരു ദൂതുണ്ട്. താഴെ നിന്റെ സ്വന്തം പ്രാണനിൽ കൂടെയും ഒരു വാൾ കടക്കും. സ്വന്തം മകൻ ഹല്ലേലൂയ 3 ആളുകളുടെ മേൽ തൂങ്ങി നിൽക്കുന്ന, ഹല്ലേലൂയ, അവളുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന ഒരു കാഴ്ച സ്വന്തം അമ്മ കാണുകയാണ്. വിലാപ്പുറത്ത് കുത്തി തുളയ്ക്കപ്പെട്ട് രക്തം ധാരധാരയായി ഒഴുകി, ഹല്ലേലൂയ, വെള്ളവും പുറപ്പെടുന്നത്, ഹല്ലേലൂയ, ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരമ്മയ്ക്ക് എങ്ങനെ സഹിക്കുവാൻ പറ്റും? ഹല്ലേലൂയ, ഇതൊരു ദൂതിന്റെ നിവൃത്തിയായിരുന്നു. ഒരു വാൾ നിന്റെ പ്രാണനിൽ കൂടെ കടക്കും. ഹല്ലേലൂയ, ഒരു വാൾ നിന്റെ നെഞ്ചിൽ കൂടെ കുത്തി ഇറക്കുന്നത് പോലെ, പ്രാണനിൽ കൂടെ കടന്നു പോകുന്നത് പോലെ ഒരു വേദന നിനക്ക് അനുഭവിക്കേണ്ടതായി വരും. കാരണം കാൽവറിയുടെ മലമുകളിൽ അവൻ യാഗമായി തീരുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം കൊണ്ട് വായിച്ച് ഞാൻ തിരുമേശയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. 6:37. പിതാവ് എനിക്ക് തരുന്നതൊക്കെ എന്റെ അടുക്കൽ വരും. രണ്ട് ദൂതകളാണ്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അവനാൽ ആകർഷിക്കപ്പെടാതെ ആരും ഈ ആലയത്തിൽ കടന്നു വന്നിട്ടില്ല. ഹല്ലേലൂയ. അവനെ നിന്ദിച്ച, വിശ്വസിക്കാത്ത, ഭൂതമുണ്ടെന്ന് പറഞ്ഞ, ചിത്തഭ്രമമുണ്ടെന്ന് പറഞ്ഞ സഹോദരന്മാർ അവനെ അന്വേഷിച്ച് ക്രൂശിക്കൽ വന്നില്ല. കാരണം ദൈവം അവരെ ആകർഷിച്ചിട്ടില്ല. വിശ്വസിക്കാത്തവനെ ആകർഷിക്കാത്ത ദൈവം, വിശ്വസിക്കുന്നവനെ ആദരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വസിച്ച ശിഷ്യൻ ഹല്ലേലൂയ തന്റെ ക്രൂശീകരണ സമയത്തുണ്ടായിരുന്നു, അമ്മ ക്രൂശീകരണ സമയത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പിതാവ് എനിക്ക് തരുന്നതൊക്കെ എന്റെ അടുക്കൽ വരും. അടുത്ത വാക്തത്വം, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് വിശ്വസിക്കാൻ പറ്റുമോ? അവന്റെ അടുക്കൽ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലർ 20-ാം അധ്യായത്തിന്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും കൂടാരപ്പണിക്കാരനായിരുന്നു. കൂടാരപ്പണി ചെയ്ത് അതിൽ നിന്ന് കാശുണ്ടാക്കി ദൈവസഭയെ സ്നേഹിച്ച് അവരുടെ മുട്ടുകളുടെ തീർത്ത മനുഷ്യനാണ് പൗലോസ്. ഹല്ലേലൂയ. എന്റെ മുട്ടിനും എന്നോട് കൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ല. അടുത്ത വാക്യം, ഇങ്ങനെ പ്രയത്നം ചെയ്തു പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും മതി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാ, പ്രാപ്തിയില്ലാത്ത
ഹല്ലേലൂയ. യേശു കർത്താവിന്റെ തിരുവഴിയിൽ, മൂന്നാമത്തെ തിരുവഴിയിൽ കർത്താവ് അതാണ് ചെയ്തത്. ഹല്ലേലൂയ. താൻ മാനുഷിക ബന്ധം വിട്ട് സ്വർഗത്തിൽ പിതാവിന്റെ പക്കലേക്ക് പോകുന്നു. തന്റെ മാതാവ് ഒരുപക്ഷെ യോസേഫ് അവിടെ ഇല്ലായിരിക്കാം. താൻ തന്റെ മാതാവിനെ സംരക്ഷിച്ച് ഹല്ലേലൂയ കഴിഞ്ഞ 33 വർഷം തന്റെ മാതാവിനോടൊപ്പമായിരുന്നു. ഹല്ലേലൂയ. ആ മാതാവിനെ മാനുഷിക ബന്ധം കളഞ്ഞിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ വേദനയോട് തന്റെ ശിഷ്യനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. പ്രൈസ് ദി ലോർഡ്. ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. പരസ്പരം സംസാരിച്ച് ഹല്ലേലൂയ പ്രാപ്തിയില്ലെന്നറിയാം. ഒരുപക്ഷെ വിധവയായ സ്ത്രീ ആയിരിക്കാം, അല്ലേ? പ്രായമുള്ള സ്ത്രീയാണ്, വിധവയായ സ്ത്രീയാണ്. താൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. എന്റെ അമ്മയെ സംരക്ഷിക്കാൻ ആരുണ്ടായിരിക്കും? കർത്താവിന്റെ ഹൃദയത്തിൽ കൂടെ അനവധി ചിന്തകൾ പോയി. എന്നാൽ കർത്താവ് താൻ സ്നേഹിക്കുന്ന ശിഷ്യനെ ഭരമേൽപ്പിച്ചിട്ട് പറയുകയാണ്, ഇവളെ കരുതുക, പ്രാപ്തിയില്ലാത്തവരെ കരുതുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭമെന്ന് വചനം പഠിപ്പിക്കുന്നു. എന്റെ മുട്ടും എന്നോട് കൂടെ ഉള്ളവരുടെ മുട്ടും തീർപ്പാൻ അധ്വാനിക്കുന്ന പൗലോസ് അപ്പോസ്തലനെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി കേട്ട ഒന്നിനു മുമ്പിൽ സമർപ്പിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? നമ്മുടെ ഭൂമിയിലെ മാനുഷിക ബന്ധങ്ങൾ ഹല്ലേലൂയ നിസ്സാരമായി നാം കാണരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ അപ്പനാൽ, നമ്മുടെ അമ്മയാൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അവരെ കരുതേണ്ട ഉത്തരവാദിത്വം, അവരെ സ്നേഹിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. മാത്രമല്ല, പ്രാപ്തിയില്ലാത്തവരെല്ലാം സ്നേഹിക്കുവാനും കരുതുവാനും കൊടുക്കുവാനും നമുക്ക് ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു. എൻ്റെ മുത്തിനും എൻ്റെ കൂടെ ഉള്ളവർക്കും വേണ്ടി ഹല്ലേലൂയ പ്രാപ്തി പോലെ സഹായിപ്പാൻ എനിക്ക് കഴിഞ്ഞെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി യേശു കർത്താവ് ഒരു ഉത്തരവാദിത്വം നമ്മെ ഫലമേൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു വെളിപ്പാട്, ഒരു പ്രവചന ശബ്ദം, ഒരു ഉണർവിന്റെ ദൂതൊന്നുമല്ല വെളിപ്പെട്ടത്. എനിക്കറിയാം ഈ തിരുവഴി സംസാരിക്കുമ്പോൾ അത് വെളിപ്പെടത്തില്ല. ഇന്ന് രാത്രി ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മേഖലകളിലുമുള്ള നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? തിരുമേശയുടെ മുമ്പിൽ നാം ആയിരിക്കുന്നല്ലോ, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. ഒരു പുതിയ ജനറേഷൻ ഹല്ലേലൂയ ഈ ലോകത്ത് ആയിരിക്കുക. എഐയുടെ ഒരു തലമുറ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു തലമുറയിലേക്ക് ഹല്ലേലൂയ നമ്മുടെ തലമുറകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ അവര് നമ്മളോട് പറയും, എന്റെ ഡാഡിക്ക് കമ്പ്യൂട്ടറൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ല, ഹല്ലേലൂയ മൊബൈലൊന്നും ഹല്ലേലൂയ എന്നെ പോലെ യൂസ് ചെയ്യാൻ അറിയത്തില്ല. സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രായമായ നമ്മുടെ മാതാപിതാക്കളോട് പറയാം, പപ്പ എന്തായി ചെയ്യുന്നത്, അമ്മ എന്തായി ചെയ്യുന്നത്, അത് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് പ്രായമാകും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രായമാകും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ കരുതേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ഓർമ്മ കുറയുമ്പോൾ, അവർക്ക് കഴിവില്ലാതാകുമ്പോൾ നാളെ നമ്മളും ആ രീതിയിൽ ആകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ തല നരയ്ക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ ഹല്ലേലൂയ തൊലി ചുളുങ്ങും, നമ്മുടെ കണ്ണിന് കാഴ്ച വന്നും. പ്രൈസ് ദി ലോർഡ്. നടക്കാൻ കഴിയാതെ ഭാരപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നും കഴിവുള്ളവനായി, എന്നും ആരോഗ്യമുള്ളവനായി ഹല്ലേലൂയ തുടരുമെന്ന് ആരും ചിന്തിക്കേണ്ട. പ്രായാധിക്യം നമ്മെ ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിപ്പാൻ, കരുതുവാൻ, പ്രാപ്തിയില്ലാത്തവരെ സഹായിപ്പാൻ യേശു കർത്താവ് ചെയ്തതുപോലെ ഇന്ന് രാത്രി സംരക്ഷണ വലയത്തിനുള്ളിൽ മാനുഷിക ബന്ധങ്ങളെ ക്രമീകരിച്ച് പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നൽകി പരസ്പരം സ്നേഹിച്ച് കരുതുവാൻ ഇന്ന് രാത്രി ദൈവസഭയോട് പരിശുദ്ധാത്മാവിന് ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് വചനം പറയുന്നു, ഹല്ലേലൂയ, സ്വന്തം കുടുംബക്കാർ തന്നെ ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. തനിക്കുള്ളവർക്കും സ്വന്തം കുടുംബത്തിനു വേണ്ടി കരുതാത്തവൻ എത്ര ആരാധിച്ചാലും എത്ര സ്തുതിച്ചാലും ഹല്ലേലൂയ വചനം പറയുന്നു, അവൻ അവിശ്വാസിയേക്കാൾ അധമനായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കേട്ട വചനത്തിന് സമർപ്പിക്കുവാൻ കഴിയുന്നു. കർത്താവിന്റെ ആ ഉത്തരവാദിത്വത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച് ഹല്ലേലൂയ പിതാവിന്റെ പക്കൽ തന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആ വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരു ഭാഗം അവിടെ എഴുതിയിരിക്കുന്നു. ആ തിരുവഴിക്ക് ശേഷം ദേശമൊക്കെയും ഇരുട്ടുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ദേശമൊക്കെ ഇരുട്ടുണ്ടാകുന്നതിന് മുമ്പ് ഹല്ലേലൂയ കണ്ണ്
ഏലി ഏലി ലമ്മാ ശബക്താനി എന്നുള്ള അടുത്ത മൊഴി കർത്താവ് സംസാരിക്കുന്നത് ഇന്ന് രാത്രി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓർത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. 19-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തെയും ഒരുത്തനെ ഇപ്പുറത്തും യേശു നടുവിലായി ക്രൂശിച്ചു. പിലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേക യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവെന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവെന്നവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടതെന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ് ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. 23-ാമത്തെ വാക്യം, പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന് വസ്ത്രം എടുത്തു. ഓരോ പടയാളിക്കും ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായത്. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്ത് എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്ത് ഇതിനാൽ നിവർത്തി വന്നു.